ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ആണവായുധ ശേഷി ദ്രുതഗതിയിൽ വികസിപ്പിക്കാനുള്ള ആഹ്വാനം കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളിയായിരിക്കുകയാണ്. ദക്ഷിണ കൊറിയ സംയുക്ത സൈനിക അഭ്യാസങ്ങളെ തുടർന്നാണ് കിമിന്റെ ഈ പ്രസ്താവന. ഇതൊരു പുതിയ യുദ്ധത്തിന് തിരികൊളുത്താനുള്ള ഏറ്റവും വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് സാധ്യത തുറന്നിട്ട് ദക്ഷിണ കൊറിയയുടെ പുതിയ ഭരണകൂടം ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഉത്തര കൊറിയയുടെ സൈനിക നിലപാടുകൾ കൂടുതൽ കടുപ്പമുള്ളതാകുന്നു. എന്നാൽ നാവിക യുദ്ധക്കപ്പൽ സന്ദർശിക്കവെയാണ് കിം ഈ നിർണായക പ്രസ്താവന നടത്തിയത്. യുഎസും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ ഒരു യുദ്ധം തുടങ്ങാനുള്ള ഏറ്റവും വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യം നിലവിലെ സൈനിക സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും സമൂലനവും വേഗത്തിലുമുള്ളതുമായ മാറ്റം വരുത്താനും ആണവവൽക്കരണം ദ്രുതഗതിയിൽ വികസിപ്പിക്കാനും ഉത്തര കൊറിയയെ പ്രേരിപ്പിക്കുന്നുവെന്നും ഔദ്യോഗിക കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ടും ചെയ്തു. ഈ പ്രസ്താവനയിലൂടെ ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതികൾക്ക് ലഭിക്കുന്ന ഉയർന്ന മുൻഗണന കിം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. നാവികസേനയെ ഹൈടെക് ആയും ആണവ സജ്ജീകരണങ്ങളോടെ മാറ്റുന്നതിനുള്ള ദൗത്യങ്ങൾ കൃത്യമായി പുരോഗമിക്കുന്നതിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു. ഉത്തര കൊറിയയുടെ ആണവായുധ ഭീഷണികളെ നേരിടാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും വാർഷിക സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അഭ്യാസങ്ങളിൽ വലിയ തോതിലുള്ള ലൈവ് ഫയർ പരിശീലന പരിപാടികളും ഉൾപ്പെടുന്നുണ്ട്. ഇതിനൊരു പ്രതിരോധ അഭ്യാസം എന്നാണ് US ആർമി വിശേഷിപ്പിച്ചത്. എന്നാൽ ഉത്തര കൊറിയ ഇതിനെ തങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള പ്രകോപനമായിട്ടാണ് കാണുന്നത്. ഈ സൈനിക അഭ്യാസങ്ങൾ കൊറിയൻ ഉപദ്വീപിൽ സംഘർഷം വർദ്ധിപ്പിക്കാനും പ്രാദേശിക സമാധാനത്തിന് ഭീഷണി ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു. ഈ സംഘർഷങ്ങൾക്കിടയിലും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ചെ മ്യൂങ് ഒരു വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ ബഹുമാനിക്കണമെന്നും ജൂണിലെ തിരഞ്ഞെടുപ്പിന് ശേഷം മുൻ വ്യവസ്ഥകളില്ലാതെ ഉത്തര കൊറിയയുമായി ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മുൻ പ്രസിഡന്റിന്റെ കടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനപരമായ ചർച്ചകളുടെ പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള സാധ്യതകൾ ലീ തുറന്നിടുന്നു. ദക്ഷിണ കൊറിയയുടെ ഈ മയപ്പെട്ട സമീപനം ഉത്തര കൊറിയയുടെ സൈനിക നിലപാടുകളിൽ മാറ്റം വരുത്തുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നു. എന്നിരുന്നാലും ദക്ഷിണ കൊറിയയുമായി ബന്ധം മെച്ചപ്പെടുത്താൻ താല്പര്യമില്ലെന്ന് കിമിന്റെ സഹോദരി കിം യോൻ ജോങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ള പ്രൊപ്പഗണ്ട ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകളും അവർ നിഷേധിച്ചു. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. കൊറിയൻ ഉപദ്വീപിലെ സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് ഉള്ളത്. ഒരു വശത്ത് ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസങ്ങൾ വർദ്ധിക്കുമ്പോൾ മറുവശത്ത് സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുന്നു. ഉത്തര കൊറിയയുടെ ആണവായുധ വികസനം ആഗോള സുരക്ഷയ്ക്കും ഭീഷണിയാണ്. ഈ തർക്കം ഒരു പുതിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നുണ്ട്. സമാധാനപരമായ ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ.